ഹായ്. അപ്സൈക്ലിങ് ചെയ്ത് എനിക്ക് മടുത്തിട്ടൊന്നുമില്ല. പക്ഷെ കണ്ട് കണ്ട് നിങ്ങൾക്കും മടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്തായാലും ഇത് അടുത്ത അപ്സൈക്ലിങ് വീഡിയോ ആണ്. ഇതിൽ 2 എണ്ണം ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ലൈനിങ് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബോഡി സ്ഫാറ്റ് ആണ്. റെഡി ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു പീസാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാനുള്ളത്. നീളത്തിലുള്ള ഒരു കഷ്ണമാണ്. അപ്പോൾ ലെങ്ത്ത് കിട്ടാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ലെങ്ത്ത് ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ നമുക്കുള്ളൊരു ഓപ്ഷൻ ഇതിന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീതിയിലുള്ളൊരു പീസ് കിട്ടുമല്ലോ. ആ പീസിനെ എഗെയിൻ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് സെൻറ്ററിലൊരു ജോയിനിങ് വരുന്ന പോലെ പീസ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാണ് അടുത്ത അപ്സൈക്ലിങ് ചെയ്യാനുള്ള ബോയ്സ് കുർത്ത. മറ്റേത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം ക്യാപ് സ്ലീവിന് കിട്ടിയപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെയാണ് കേട്ടോ. സിമ്പിളാണ്. അടുത്തത് നമുക്ക് പാറ്റേൺ ഉണ്ട്. അപ്പോൾ പാറ്റേൺ ലെങ്ത് വെക്കുമ്പോൾ കിട്ടുന്നില്ല. അതായത് തയ്യൽ തുമ്പ് കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പ്രത്യേക പാറ്റേണൊക്കെയാണ്. ഫ്രണ്ടിൽ ഒരു സ്വീറ്റ് ഹാർട്ട്, പിന്നെ കയറിയിരിക്കുന്ന പോലെ ബാക്കിൽ വി, അതിനകത്ത് സ്റ്റോൺ ലേസ്, അങ്ങനെ ഞാൻ ഓൾറെഡി സ്റ്റോൺ ലേസ് പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോയിൽ നിങ്ങളിത് കണ്ടു കാണും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അപ്സൈക്ലിങ് ക്ലിപ്സ് കാണിക്കുന്നത് കേട്ടോ. അതല്ലാതെ ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുമ്പോൾ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിലേതാ ഇഷ്ടമായതെന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമോ.